മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾക്ക് എറണാകുളത്തൊരു ഒരു പ്രീമിയം വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് പണിതൊരു പ്രീമിയം വീട് കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5000-ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു വീട്ടിൽ. ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ഈ ഒരു പ്രോജക്റ്റ് വിൽക്കുകയും ചെയ്യുള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്ത് അനസും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും കൂടെ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ്. അനസേ സന്തോഷം. ഞാൻ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയായിരുന്നു. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് എവിടെ ഇത് പൂക്കാട്ടുപടി ജംഗ്ഷൻ. പൂക്കാട്ടുപടി ജംഗ്ഷൻ അവിടെയാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ? 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ഇത്. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി പ്രൊജക്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് അതിന്റെ ഡീറ്റെയിലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് സെല്ല് ചെയ്യുള്ളൂ. എത്ര സ്ക്വയർ ഫീറ്റ്? 5000 സ്ക്വയർ ഫീറ്റ്, 1700 സെന്റ് സ്ഥലം ആണല്ലേ? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ആണുള്ളത്. ലുലു മാളിലേക്ക് ഒരു 12 കിലോമീറ്റർ. ഇതാണ് ഇതിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. മനസ്സിലെ ഇപ്പൊ നമുക്ക് ഇതിലൊരു ഇതിലൊക്കെ എന്തൊക്കെയാണ് ഫെസിലിറ്റി ഉള്ളത് ആക്ച്വലി? അതായത് ഇത് 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമ്മളൊരു സെർവന്റ് മെയ്ഡ് റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് എന്തായാലും ഇത്രയും വലിയ വീടായ സ്ഥിതിക്ക് എന്തായാലും ഒരു ഡ്രൈവർ എന്തായാലും ഉണ്ടാവും. അവർക്ക് ഡ്രൈവറിന് ഒരു ബാത്റൂം ആയിട്ട്, അല്ലെങ്കിൽ വർക്കേഴ്സ് ആരെങ്കിലും വരുമ്പോ അവർക്കുള്ള ഒരു ബാത്റൂം നമ്മൾ ഔട്ട് സൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച് ചെയ്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളും ഉണ്ട്, വിത്ത് സ്വിമ്മിംഗ് പൂൾ. കാണാണ് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്കേ ഇതിന്റെ ഓരോ ഏരിയ നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പല പല ഭാഗങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തത്. ഇത് എൻട്രൻസ് അല്ലേ? ഫയർ സ്പേസ് ആയിട്ട് കാണിച്ചാണ്. ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരും. അത് നമുക്ക് കാണിക്കണം. അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാം തീർച്ചയായിട്ടും. ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരും. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 5 സീറ്റ്, 3 സീറ്റ്, സിംഗിൾ സീറ്റിന്റെ 2. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏരിയ? ഇത് ഒരു 16-13 സൈസ് വരുന്നത്. ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. ഷാൻലിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഈ ബോൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻട്രൻസ് അല്ലേ? അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഇത് ഏത് ഏരിയ? ഇത് നമ്മളിത് ഫോയറിൽ നേരെ വന്നിട്ട് നമുക്ക് ലിഫ്റ്റിന്റെ സ്പേസ് ഉണ്ട്. ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് വെക്കുന്നുണ്ട്. അത് നമ്മൾ ഏറ്റവും ടോപ്പ് വരെയും ചെല്ലും. ടെറസ് ഏരിയ വരെയും നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂം. ഈ നമുക്ക് ഇതിന്റെ സിസ്റ്റം അലൂമിനിയം വിൻഡോസ് ആണ് കൊടുത്തേക്കണതല്ല. ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഇതും നല്ല വലിയ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ? ഏകദേശം 12-14 വരുന്നുണ്ട്. 12-14. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂം, അതിന്റെ വാൾഡ്രോബ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇവർക്ക് ഫിനാൻഷ്യലി ലാഭിക്കാം ഉണ്ടായിട്ട് പോലും അതിനൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത രൂപത്തിലാണ് അല്ലേ നമ്മൾ ഈ സാധനം ചെയ്തത്. നോക്ക്, വളരെ പ്രീമിയം. എല്ലാം ഗ്ലാസ് ആണ്. എല്ലാം ടഫ് ഗ്ലാസ് കൊടുത്തേക്കുന്നത്. അടിച്ചു നോക്കി. ഇങ്ങനെ വേണമെങ്കിലും അത് ഏകദേശം 8 ഫീറ്റ് അടുത്തൊരു നമ്മൾ കൊടുത്തേക്കുന്നത്. കബോർഡ് ഹൈറ്റ് കൊടുത്തേക്കുന്നത് ഗ്ലാസ് മാത്രം 8 ഫീറ്റ്. പിന്നെ ടോപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോസും വിൻഡോസും ഒക്കെ എല്ലാം 8 ഫീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ 8 ഫീറ്റ് ഉണ്ടല്ലേ? അതെ, എല്ലാം 8 ഫീറ്റ് തന്നെ. പ്രീ ഹാങ് ഡോർ ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ജിതിന്റെ പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് ഇപ്പൊ ഈ റൂം തന്നെ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഈ റൂം കിങ് സൈസ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് അപ്പോൾസറി. നമ്മളെ ഫ്ലോറിന്റെ മാട്രസ് വരുന്നുണ്ട്, ബെഡ്ഷീറ്റ്, കംഫർട്ടർ, പില്ലോ, സൈഡ് ടേബിള്, റഗ്സ്, ബെഡ് ലാമ്പ്, AC 210 AC വിത്ത് കർട്ടൺ. അത് ഫുൾ ലെങ്തിലുള്ള കർട്ടൺ, ക്ലോത്ത് ഫുൾ ഈ പറഞ്ഞ കോട്ടൺ ഫാബ്രിക്. അതല്ല, അതായത് ഒരു രീതിയിൽ നമ്മള് എന്താ പറയാ ലാഭിക്കാൻ നോക്കിയിട്ടില്ല. അതായത് ക്വാളിറ്റി. ഇതിപ്പോ ഏതൊരാൾക്കും വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ക്വാളിറ്റി വൈസ് ഇല്ലെങ്കിൽ വേണ്ട. കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. സ്വിച്ചസ് ആയിക്കോട്ടെ, വയർ ആയിക്കോട്ടെ, ബാത്റൂം ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആർക്കിടെക്ട്സോ എഞ്ചിനീയേഴ്സോ വന്ന് ചെക്ക് ചെയ്യാം. ഇത്രയും ഇതില് അവർ വന്ന് ചെക്ക് ചെയ്ത്. നമ്മുടെ എത്രാമത്തെ പ്രോജക്റ്റ് ആണ് ഇത്? നമ്മൾ വില്ല പ്രോജക്റ്റ് ആയിട്ട് 4ാമത്തെ വില്ല പ്രോജക്റ്റ് ആണ് ഇത്. നമ്മൾ ഇതിനു മുമ്പ് ഗ്രഹം, ഹർഷം, ഋതം അങ്ങനെ കുറെ വില്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഒരു പ്രീമിയം പ്രോജക്റ്റ് ആണ് ഇത്. നമ്മളിപ്പോ ഹാളിലേക്ക് കയറി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് 8 സീറ്ററിന്റെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 8 സീറ്റർ. അത് ഫുൾ കോട്ട്സി തന്നെയാണ് അത് ചെയ്തേക്കണം. തന്നെയുള്ള ഡൈനിങ് ടേബിളാണ് വരുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമുക്ക് അവിടെ ആ പൂളിന്റെ സൈഡിൽ നമ്മളൊരു സീറ്റിംഗ് ഏരിയ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ലിവിംഗ്
ഇവിടെ നിന്ന് നേരെ പൂളിലേക്ക് പോവാം. അതന്നെ. അപ്പൊ ഒരു ചെറിയൊരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ നൈറ്റ് വ്യൂവിലൊക്കെ നല്ലൊരു ഇവിടെ വന്നു കഴിഞ്ഞാല് ഡയറക്റ്റ് നമുക്ക് ഈ പൂളിന് എന്തെങ്കിലും ഡയമെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊരു 13 ഫീറ്റ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 13 ഫീറ്റ് 10 ഫീറ്റ് വിഡ്ത്തും വരുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ പൂള് വരുന്നത്. ഓക്കെ. ഇവർ ആക്ച്വലി ഇത് ലാൻഡ്സ്കേപ്പിംഗ് വരെ ചെയ്ത് വളരെ പ്രോപ്പർലി അതിന്റെ ഇറിഗേഷൻസ് എല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ കസ്റ്റമർക്ക് ഇത് കൊടുക്കുകയും ചെയ്യുള്ളൂ. ഇനി ഒരു പക്ഷെ ഒരു കസ്റ്റമർ ഒന്നും കാണാൻ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഹോള് കണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നേരെ പൂളിൽ നിന്നുള്ള ഏരിയ ആണ്. ഇവിടെ ടി വി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. അതിൽ നമുക്ക് CCTV ക്യാമറസിന്റെ എല്ലാ കാര്യങ്ങളും ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ തന്നെ വരുന്നത്. അവിടെ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണോ? ഇതാണ് ഓപ്പൺ കിച്ചൺ. വർക്ക് നടക്കുന്നുള്ളൂ. യെസ്, ഇത് ഓപ്പൺ കിച്ചന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. ഓപ്പൺ കിച്ചണിൽ തന്നെ ഓപ്പൺ കിച്ചന്റെ ഒരു റൈറ്റ് സൈഡിലായിട്ടൊരു ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ പൂളിലേക്കും ഒരു ആക്സസ് ഉണ്ട്. യെസ്, ദേ കണ്ടോ, ഇത് വേണമെങ്കിൽ പൂളിലേക്ക് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു ആക്സസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെ ഈവനിങ് ഒരു ഫംഗ്ഷൻ പോലെ എന്തൊക്കെ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നോക്കാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു പൂള് കാണാൻ പറ്റും. പൂളിൽ നിന്ന് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കും ഒരു ആക്സസ്. നമുക്ക് ബാത്റൂം എങ്ങനെ? ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സുകൾ എല്ലാം റോക്കയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് വെച്ചേക്കുന്നത്. എല്ലാം എവരിതിങ് ഫിറ്റിംഗ്സും റോക്കയുടെ തന്നെയാണ്. എത്രയാണ് ഇതിന്റെ ബാത്റൂമിന്റെ സൈസ്? സൈസ് വരുന്നത് നമുക്കൊരു 4 അടി അടുത്ത് ലെങ്ത് വരുന്നുണ്ട്. ഏകദേശം 13 ഫീറ്റ് ലെങ്തും വരുന്നുണ്ട്. അത് ഹൈറ്റും ഇതുപോലെ തന്നെ 12 ഫീറ്റിലാണ് നമ്മൾ ഹൈറ്റ് കൊടുത്തേക്കുന്നത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും പ്രീമിയം വാൾ ഡ്രോപ്സ്. യെസ്, അതിൽ അതൊക്കെ നമ്മൾ കബോർഡ്സ് അല്ല, അതിൽ എല്ലാ ആക്സറീസും ഉൾപ്പെടെ കൊടുത്തു. ജുവൽ ബോക്സ് ആയിക്കോട്ടെ, ഇതുണ്ട്. ഒരാള് വന്ന് ഇങ്ങോട്ട് താമസിച്ചാൽ മതി. ഓണിക്സിന്റെ നല്ല ജുവൽ, അത്യാവശ്യം നല്ല ഹെവി ലെതർ ഫിനിഷിംഗ് സംഭവം. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തോടു കൂടിയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി വേറെ ഏതാണ് ഇനി ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ കാണിക്കാം? കിച്ചണിൽ തന്നെ കുറച്ച് ഇതുണ്ട്. കിച്ചണും ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ മാത്രമേ ഉള്ളൂ അതോ നമുക്ക് വർക്ക് ഏരിയ വരുന്നുണ്ട്? ഓപ്പൺ കിച്ചണിൽ പണി നടക്കുന്നേ ഉള്ളു. യെസ്, ഇവിടെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയ ഒന്ന് കണ്ടോളെ. വർക്ക് ഏരിയ അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് താമസിക്കുന്ന റൂമുണ്ട് അല്ലേ? ഇതൊരു നിങ്ങളൊരു ഹെവി പ്രൊഫഷണൽ ആൾക്കാരാണ്, ഒരു IT ഡോക്ടേഴ്സ് അതുപോലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോജക്റ്റ് ഒന്ന് കാണുക കേട്ടോ. അനസ് പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം മതി അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് ഇത് ബൈ ചെയ്യാവുള്ളൂ. അതല്ലാതെ ഫുൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം ബൈ ചെയ്താൽ മതി. അത്ര കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും. പ്രൊഡക്റ്റിൽ മേൽ നമ്മളിപ്പോ ഡിസൈൻ ഭയങ്കര ഹെവി ഡിസൈൻസ് ഒന്നും നമ്മൾ അവകാശപ്പെടില്ല. പക്ഷെ നമ്മൾ മെറ്റീരിയൽ നമ്മൾ 100% നമ്മൾ അത്രയും പോയി ചെക്ക് ചെയ്ത് വന്ന് വാങ്ങിച്ച് നമ്മൾ അപ്ലൈ ചെയ്തേക്കണം. അതുകൊണ്ടുള്ള കോൺഫിഡൻസിന്റെ പുറത്ത് നമ്മൾ പറയണതല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാഷ് ഏരിയ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു പൗഡർ റൂമാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു മെറ്റൽ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ, ജിയോ സ്ലാബ് തന്നെ കൊടുത്തേക്കണത്. ആർട്ടിഫിഷ്യൽ സ്ലാബ് ആണ്. യെസ്, ഇതിന്റെ പെയിന്റിങ്ങും അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്കാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരിത് സെല്ല് ചെയ്യുള്ളൂ. ആക്ച്വലി അതാണ് അതിന്റെ ഒരു പ്രത്യേകത. യെസ്, ഫുള്ള് ഗ്ലാസ് ആണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുൾ ഹൈറ്റിൽ ഗ്ലാസ് വെച്ചിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മിററും ഉണ്ട്. ലിഫ്റ്റ് ആണ് ഇവിടെ വരെ, സെക്കൻഡ് ഫ്ലോർ വരെ അല്ലേ? ടോപ്പിൽ വരെ ചെല്ലും, ടെറസ് വരെ ചെല്ലും. ടെറസ് വരെ ഒരു ലിഫ്റ്റ് ആക്സസും ഉണ്ട് അല്ലേ? ടെറസ് ഇവിടെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് ഇത് ഡൈനിങ്ങിലെ ഏരിയയില ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തത്. ഒരു ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഡബിൾ ഹൈറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനിങ്ങിൽ ഒരു ഫീല് ഡബിൾ ഹൈറ്റിൽ അവിടെ ഫുൾ പർഗോള കൊടുത്തിട്ട് സ്കൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി അതൊക്കെ നമുക്ക് ഫിനിഷിംഗിൽ അടുത്ത ഡീറ്റെയിലിംഗിൽ പറയാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ടിവി ഇല്ല, ഇത് ടിവി ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ടിവി തന്നെ ഏരിയ ആണ്. അവിടെ സോഫ വരും. ഇവിടെ നമുക്ക് റിക്ലൈനർ ഉൾപ്പെടെയുള്ള സോഫാസ് വരുന്നത്. യെസ്. ഇനി ഇവിടെ തന്നെ വേറെ ബെഡ്റൂം ഉണ്ട്. ബാൽക്കണിയിലേക്കും ഒരു വ്യൂ. ഓപ്പൺ ആണ്. അത് വെളിച്ചത്തിനും എയറിനും വേറെ സ്ഥലത്ത്. ഇത് നമ്മള് മെയിലിൽ കണ്ട അല്ലേ?
താഴെ കണ്ടത് കയറി വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗിൽ ഡബിൾ ഹൈറ്റ് ആയി കാണുന്ന. ആഹാ അടിപൊളി. ഇത് മേളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂം. ഇതും വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഫർണിച്ചേഴ്സും ഇതിൻ്റെ ആക്സറീസും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇവിടെ ഇതേപോലെ തന്നെ ഒരു ബാത്റൂംസ് ഉണ്ടോ. ഇതും വളരെ എല്ലാം ക്വാളിറ്റി കൂടിയ നല്ല വലിയ കമ്പനികൾ വിത്ത് ഗ്യാരണ്ടിയോടുകൂടി അല്ലേ, വിത്ത് ഗ്യാരണ്ടിയുള്ള. ഇതിപ്പോ നമ്മൾ മേലെ നിൽക്കണം. ഇവിടെ വേറെ ബെഡ്റൂം ഇല്ലേ? ഇതിന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. അതെവിടെയാ അത്? യെസ്, ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടോ മൊത്തം ഒരു ഓപ്പൺ സ്പേസ് ആണ്. എത്ര ഹൈറ്റ് എത്ര ഉണ്ട്? 12 ഫീറ്റ് ആണ് നമ്മൾ കൊടുത്തത്. റൂം ഹൈറ്റ് കൊടുത്തത് എത്ര? 12 ഫീറ്റ്. 12 ഫീറ്റ്. യെസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂം വിത്ത് വാഷ് അല്ലേ, ടബ് ഉണ്ട്. ഇതിവിടെ എന്തായാലും നിങ്ങളൊരു ഒരു എറണാകുളത്തൊരു വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വീട് വെക്കുക എന്ന സ്വപ്നത്തോട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണട്ടെ അല്ലേ. തീർച്ചയായിട്ടും കണ്ടാലും മനസ്സിലാവും. ഇത് ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഫർണിഷിങ്ങിന്റെ ഒരു ഫൈനൽ. സോണിയുടെ ടി വി ആണോ? സോണിയുടെ 65 ഇഞ്ചിന്റെ ബ്രാവിയാണ്. പിന്നെ 210 LGയുടെ AC. അപ്പൊ എല്ലാ റൂമിലും വരുന്നുണ്ട്. ACയും എല്ലാം വരുന്നുണ്ട്. യെസ്. ഇവിടെ വന്നു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഓ തീർച്ചയായിട്ടും. ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടല്ലേ. ഓക്കെ, ഒരു ബാൽക്കണി ഇവിടെയും നമുക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂളിലേക്കൊരു വ്യൂ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഇരിക്കാനൊക്കെ പറ്റും അല്ലേ. തീർച്ചയായിട്ടും ടെൻഷൻ റിലീഫ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൊക്കെ. ഇതിന്റെ പെയിന്റിങ് ഒക്കെ വളരെ വളരെ ഹൈ പ്രൊഫഷണലാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ അല്ലേ, ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു ബാത്റൂമിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലുള്ള അതേ പ്രതീതിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബാത്ത് ടബ് കാണാനായിട്ട് പറ്റും. സ്കൈ വ്യൂ കാണാം. സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ടോ. ഇതിലൊക്കെ ഇവന്റെ ഇതെല്ലാം അങ്ങനെ ചെയ്യുള്ളൂ. സ്വന്തം നമ്മുടെ ഇഷ്ടത്തിന് അല്ലേ, പ്രോപ്പർലി അത് മാനേജ് ചെയ്ത് തന്നെ ചെയ്യുള്ളൂ. എല്ലാത്തിലും നിങ്ങളുടെ ടച്ച് ഉണ്ട്. അല്ല എന്ന് വെച്ചാൽ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയല്ല കൊടുക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഓരോ ഇനി വരാൻ പോണത് നമുക്കിവിടെ ഒരു സ്റ്റാൻഡ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ടവൽസ് എന്നിട്ടേ കൊടുക്കുള്ളൂ. നമ്മൾ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ വാങ്ങിക്കും അത് നമ്മൾ അത്ര ഹെവി ബ്രാൻഡ് വെച്ചിട്ട് തന്നെ. ഒരു ടവൽ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് കാണണല്ല, അതിന്റെ ഇപ്പൊ ഈ വീടിനനുസരിച്ചിട്ടുള്ള ഓരോ റേഞ്ചിലുള്ള അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ടവൽസ് ആണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമില്ലേ വീട് എന്നുള്ളത്. അത് അവന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മാഷാല്ലാ അത് വലിയൊരു ബർക്കത്തുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ വിശാലമായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെയും ഈ പറഞ്ഞ എല്ലാത്തിനും ഈവൻ കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് കാണണോട്ടാ. അതേ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെയ്യുന്നെങ്കിൽ പോലും വെച്ച വീട് ആദ്യമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും, ഞാൻ അടുത്ത് എന്തായിരിക്കും. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഇവർക്ക് ലാഭിക്കാവുന്ന ഏരിയകൾ ഉണ്ടായിട്ട് പോലും അതിനൊന്നും കോംപ്രമൈസ് ചെയ്യാത്ത രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലാണെന്നുണ്ടെങ്കിലും ഓരോ ഈച്ച് എലമെന്റ്സും കാണുന്നവരും അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ ഒരു ടെറസ് ഏരിയയാണ്. ഒരു യൂട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജിമ്മോ അല്ലെങ്കിൽ ഹോം തിയേറ്ററോ എന്തായിട്ട് പാർട്ടിക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മളിപ്പോ ഇതില് ടോപ്പില് പഫ് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. അവർക്ക് നാളെ വേണമെങ്കിൽ ഒരു ജിം ആക്കാം, എന്ത് വേണമെങ്കിൽ അല്ലേ, അത് അവരുടെ റിക്വയർമെന്റ് ആണ്. യെസ്. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ട് അപ്പൊ നമ്പർ കൊടുക്കാം, ആൾക്കാർ വിളിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു എറണാകുളത്തേക്ക് നല്ലൊരു വീട് എല്ലാവരും വന്നിട്ട് ഇപ്പൊ അതൊക്കെ ആദ്യം എക്സ്പീരിയൻസ്. നമ്മൾ എപ്പോഴും പറയണത് ക്ലയൻസിന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരെന്ത് അതിൽ ഫീല് കിട്ടിയാൽ മാത്രം നോക്കിയാൽ മതി ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കാണിക്കാം കേട്ടോ. കാണാം, ഞാൻ വിളിക്കാം. ഓക്കെ, താങ്ക് യു.